നമുക്ക് ഈ ഷോപ്പിൽ കയറാം. ഇവിടെ കയറാം. ഷർട്ട്സ് നോക്കാൻ വേണ്ടിയാ. ഏത് ടൈപ്പാണ് വേണ്ടേ? ഷർട്ട്സ് നോക്കണം, പിന്നെ പാൻറ് നോക്കണം. മോനസും കൂടെ നോക്കിയോ, ഇഷ്ടപ്പെടാൻ നോക്കാം നമുക്ക്. കുട്ടികൾക്കുള്ള ചെരുപ്പുണ്ടോ? കുട്ടികൾക്കുള്ള ചെരുപ്പില്ല. ഇല്ല. ഇതൊക്കെ എത്ര വരുന്ന റേഞ്ച്? എത്ര? ഈ ഷർട്ട് വന്നിട്ട് 890 വരും. ഷർട്ട്സ് എല്ലാം ആ റേഞ്ച് തന്നെയാണോ? ഇതെല്ലാം 790. ജീൻസ് ഒക്കെ എത്ര വരുന്നത്? ജീൻസ് ഒക്കെ 950 വരും. പുതുതായിട്ട് തുടങ്ങിയ ഷോപ്പാണോ? ഇതിപ്പോ 2 വർഷമായി. ഞാനിങ്ങനെ കാറിൽ പോയപ്പോ കണ്ടതാണ്. റേറ്റൊക്കെ ഇതിൽ കൊടുക്കുന്നതാണോ അതോ ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ചേർത്തിട്ട് ചെയ്യണം. ടീഷർട്ട് നോക്കാം. വാ മോനസ്, ഇത് എത്ര വരുന്നത്? 390. ജസ്റ്റ് ഒന്ന് കയറാൻ വാങ്ങാൻ വേണ്ടി കയറിയതല്ല ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് ഷോപ്പ് കണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, തിരക്കുണ്ടോ? സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. കരമനയാണ്. കോട്ടൺ പാൻ്റൊക്കെ എത്ര റേഞ്ച് വരുന്നത്? കോട്ടൺ പാൻറ് 850 വരും, 950 വരും. സ്കിന്നി ഫിറ്റ് ആണല്ലേ? ഇത് കൊള്ളാം, നല്ല ഷർട്ടായത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടുക്കുന്നുണ്ടോ ഏട്ടാ? ഇല്ല, ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ടൈം എടുക്കാം. ബോനസേ പോടാ. വാ. ഓക്കെ, പേരെന്താ? എൻ്റെ പേര് വരി. ശരി. ഹലോ, ഞാനിവിടെ ഷോപ്പിലുണ്ട്. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഞാൻ വിളിക്കാമേ. ഓക്കെ, ഞാൻ നോക്കാം. ഇതെല്ലാം മീഡിയം സൈസ് അല്ലേ? ഇതെല്ലാം മീഡിയം സൈസ്. ഓക്കെ, എനിക്ക് മീഡിയം തന്നെയാണ് വേണ്ടത്. മീഡിയം ആണോ? ആ, മീഡിയം ആണ്. ഇതൊക്കെ എല്ലാം എത്രയാണ് റേറ്റ് വരുന്നത്? 790 ആണ്. എല്ലാം 790 ആണോ? ഈ ഒരു പീസ് മാത്രം 890 വരും. 890. പുതിയ സ്റ്റോക്കാണ്. ഓക്കെ. ഇത് 890 വരും. 890. ഓക്കെ, അത് ഷർട്ട്.
ഇനി 2 പാൻറ്റും കൂടെ വാങ്ങണം. പാൻറ് ചേട്ടൻ്റെ സൈസ് എത്ര? 30, 32. 32 വിത്ത് 32. ഓക്കെ. ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 950 വരും. ഇട്ട് നോക്കുന്നില്ലേ ചേട്ടൻ? ഇട്ട് നോക്കാം. 32 ആണല്ലോ, കറക്റ്റ് ആയിരിക്കും. 32 ആണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ചേഞ്ച് ചെയ്യണമല്ലോ. ഇതും 32 അല്ലേ? 32. ടീഷർട്ട് എടുക്കാം. പ്ലെയിൻ ടീഷർട്ടൊക്കെ 290 വരും. ഇത് മീഡിയം ആണ് കേട്ടോ ചേട്ടൻ്റെ സൈസ്. ഇത് മീഡിയം. ഇത് എനിക്ക് 2 കളേഴ്സ് ബ്ലോക്ക് ആയിട്ട് വരുന്നതേ എനിക്കധികം ഇഷ്ടമല്ല. ബ്ലാക്ക് കളർ ഉണ്ടാക്കി കുറച്ച് സ്യൂട്ടബിൾ ആണ്. ഇല്ല. ഇത് കൊള്ളാം. ഇന്ത്യൻ്റെ റേഞ്ച് സ്മോൾ ആണ് സൈസ്. അത്യാവശ്യം എനിക്ക് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സൈസ് ഉണ്ട്. ഇത് ഇന്ത്യൻ്റെ റേഞ്ചിന്റെ ബ്രാൻഡ് അല്ലേ? അപ്പോൾ ഇത് വേണം. ഒക്കെ 690 വരും. ഓക്കെ, ഇത് രണ്ടും എടുക്കാം. സൈസ് എത്രയാവും നോക്കുമോ? ഓക്കെ. ഓക്കെ, എല്ലാം കൂടെ എത്രയായി? ഇവിടെ 4850. കുറയത്തില്ലേ? ഓണർ സാറിന് ഇത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞു. സ്ഥിരം വരാം. ഹലോ, നമ്മളൊരു കസ്റ്റമർ 4850 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര ഡിസ്കൗണ്ട് ചേർത്ത് കൊടുക്കണം ചേട്ടാ? 4600 ഡിസ്കൗണ്ട്. ഹലോ, ദാ വരുന്നു ഒരു പർച്ചേസ്. ഇപ്പം കഴിഞ്ഞു. ദാ വരുന്നു. ജിപേ ആണോ ചെയ്യണേ? ജിപേ അർജന്റാണേ. ഓക്കെ ചേട്ടാ. ജിപേ ഓക്കെ, ചെക്ക് ചെയ്തോ. ചേട്ടാ മെസ്സേജ് വന്നിട്ടില്ലല്ലേ? അയച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമുണ്ട്. ചെക്ക് ചെയ്തോടാ. ഓക്കെ, ശരി. ഹലോ ചേട്ടാ, ഇപ്പോൾ ഒരു സെയിൽ നടന്നായിരുന്നല്ലോ, അത് ചാനലിൽ മെസ്സേജ് വന്നായിരുന്നോ?
എൻ്റെ വന്നായിട്ട് കാണിച്ചില്ല. 4600. ആ ചേട്ടാ പെട്ടെന്ന് വെപ്രോളിട്ട്. ഓ ശരി ഏട്ടാ. ഓ ഹലോ ഏട്ടാ. ഇല്ല ഏട്ടാ, ആ ചേട്ടാ പെട്ടെന്ന് പേ ചെയ്തിട്ടങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷേ എങ്ങനെ കാണിച്ചായിരുന്നു, പെട്ടെന്ന് കാണിച്ചിട്ടാ പോയത്. ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ടാ പോയത്. പെട്ടെന്ന് ഇങ്ങനെ ഇല്ല പരിചയമില്ല. അത് മുമ്പൊന്ന് ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു അന്ന്. അല്ല ഏട്ടാ, ആ ചേട്ടാ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ശ്രദ്ധിച്ചില്ല. ഇല്ല അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ചേട്ടൻ പോയായിരുന്നു. ഓ 4600. ഞാൻ ലേറ്റായി ചിലപ്പോൾ വരുമെന്ന് പ്രതീക്ഷ, പക്ഷെ ഇതുവരെ വന്നില്ല എൻ്റെ. ഓ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു പോയി. നല്ല ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു പെട്ടെന്ന് വന്നപ്പോ. ചേട്ടാ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും വരുമെന്ന് നോക്കാം ഒന്നും കൂടെ. ഓക്കെ ഏട്ടാ. ഓ ശരി ഏട്ടാ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ഞങ്ങളുടെ ഷോപ്പിൽ യഥാർത്ഥമായിട്ട് നടന്ന ഒരു സംഭവമാണ്. അതിനെ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. ഇത് ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അവയർനെസ് ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ കാണിച്ചു തന്നത്. ഇതെന്ന് വെച്ചാൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് വഴി വ്യാജ ഫോൺ പേ, ഗൂഗിൾ പേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴത്തേട്ട് കാണിച്ചു തരുമ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് അതിൽ കാണിക്കും. പക്ഷേ അത് അവർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആകത്തില്ല. അതിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേരൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ കാണും. പക്ഷെ ഇതിന് പരിഹാരമായിട്ട് സൗണ്ട് ബോക്സ്, കടയിൽ സൗണ്ട് ബോക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ വിടാവും. നമ്മുടെ ഷോപ്പിൽ അന്ന് സൗണ്ട് ബോക്സ് ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റാഫിനും അത് നോക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് അത്യാവശ്യം തിരക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട സമയവും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അപ്പോൾ പല വ്യാജ ആപ്പുകളും ഉണ്ട്. അപ്പോൾ സാധാരണ അത് ഒറിജിനൽ ആപ്പ് പോലെ ഇരിക്കും, ഗൂഗിൾ പേ, ഫോൺ പേയുടെ ഒക്കെ. അപ്പോൾ അത് ഇനിയും ആർക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ബിസിനസ് നടത്തുന്ന ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പറ്റിച്ചിട്ട് പോയപ്പോൾ കുറച്ച് ക്യാഷ് നഷ്ടമായി. എന്തായാലും ഇനി ആർക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാതിരിക്കട്ടെ. ഓക്കെ, ബൈ.